ചക്കക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഒരു ചക്കമാമാങ്കം തന്നെ. ഇടിഞ്ചക്ക, പച്ചച്ചക്ക, പഴുത്ത ചക്ക, ചക്കക്കുരു, എന്തിനേറെ ചവണിയും മടലും മാത്രമല്ല, ചക്കയിറക്കു പോലും വെറുതെ കളയാറില്ല. പണ്ടൊക്കെ അധികം ആളുകളുടെയും വയറു നിറഞ്ഞിരുന്നത് ഈ ഒരു ചക്കക്കാലത്തായിരുന്നു. ഞങ്ങളുടെ വീട്ടിലും ഒരു പ്ലാവുണ്ടായിരുന്നു. ചക്കയിടുന്ന ദിവസം അയലക്കത്തെ പെണ്ണുങ്ങളെയൊക്കെ വിളിക്കും. പിന്നെ ചക്കയൊരുക്കലും സൊറപറച്ചിലുമായി അങ്ങനെ ഇരിക്കും. ഒരുക്കി വെച്ച ചക്കച്ചുളകൾ കൈയിട്ടു വാരിത്തിന്ന് ഞങ്ങൾ കുട്ടികളും സഹായിക്കാറുണ്ട്. ചക്കപ്പണി കഴിഞ്ഞാൽ പങ്കുവയ്ക്കൽ തുല്യമായിട്ടാവും. ഏതെങ്കിലും വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരുടെ പങ്ക് ഇത്തിരി കൂടുതലായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും അത് അനുവദിച്ചു കൊടുക്കും. അങ്ങനെതാ ഒരു ചക്കക്കാലം കൂടി. അന്നേ ദിവസം രാത്രി അയൽപക്ക വീടുകളിലെല്ലാം ചക്കപ്പുഴുക്കായിരിക്കും അത്താഴത്തിന്. കൂട്ടിന് അച്ചാറോ ചമ്മന്തിയോ തൈരോ ഉണക്കമീനോ ഒക്കെ തന്നെയായിരിക്കും. പുഴുക്കിനോടൊപ്പം 5-6 കുരു കൂടി നുറുക്കിയിടും. അമ്മയോടൊപ്പം 5-6 മക്കളും കൂടി കിടക്കട്ടെ എന്ന് ഒരു കുരു മുഴുവനായും ഇടും. ഏറ്റവും വലിയ ചക്കക്കൊതിയനാണത്രേ ആ കുരു കിട്ടുക. ഇളം പഴുപ്പായ ചക്കയുടെ കുരുവിന്റെ പാട ഞങ്ങൾ കുട്ടികൾ ഉപ്പും മഞ്ഞളും തിരുമ്മി പപ്പടം പോലെ എണ്ണയിൽ വറുത്തെടുക്കും. അതിന്റെ അവകാശികൾ ഞങ്ങൾ കുട്ടികൾ മാത്രമായിരുന്നു. അപ്പോ വർത്താനം പറഞ്ഞിരുന്ന നേരം കൊണ്ട് ചക്കക്കുരു കൂട്ടാനുള്ള കുരുവും പച്ചമാങ്ങയും മുരിങ്ങക്കായും ഉണക്ക ചെമ്മീനുമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു കണക്കെടുപ്പ് നടത്തിയാൽ മലയാളികളിൽ ഭൂരിഭാഗം പേരുടെയും ഏറ്റവും പ്രിയപ്പെട്ട കറികളിലൊന്ന് ഈ ചക്കക്കുരുവും ഉണക്കച്ചെമ്മീനും ഇട്ട കൂട്ടാൻ തന്നെയായിരിക്കും. നല്ലോണം മൂത്ത കുരുവാണെങ്കിൽ ആദ്യം കുരു വേവിച്ച് 75% വേവാകുമ്പോഴേ മാങ്ങയും മുരിങ്ങയ്ക്കായും ചേർത്ത് കൊടുക്കാവൂ. എൻ്റെ കയ്യിൽ ഒട്ടും വേവില്ലാത്ത കുരുവാണുള്ളത്. അതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ചെറുതീയിൽ അങ്ങനെ വേവിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് അങ്ങനെ വേകുന്ന സമയം കൊണ്ട് നന്നാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ എണ്ണയില്ലാതെ ചട്ടിയിലിട്ടൊന്ന് നന്നായി വറുത്തെടുക്കണം. വറുത്തെടുത്ത ശേഷം മാത്രമേ അത് വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയെടുക്കാവൂ. വറുത്തെടുത്ത ഉണക്കച്ചെമ്മീൻ വെന്തോട്ടിരിക്കുന്ന ചക്കക്കുരുവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇച്ചിരി തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ചക്കക്കുരുവും മുരിങ്ങക്കായും പച്ചമാങ്ങയും ഒക്കെ ഒരേ സമയം കായ്ക്കുന്നത് കൊണ്ടാവാം നമ്മുടെയൊക്കെ പൂർവികര് ഇങ്ങനൊരു കൂട്ടാൻ കണ്ടുപിടിച്ചത്. നാളികേരം പിന്നെ ആ കാലത്തൊക്കെ എപ്പോഴും സുലഭമായി കിട്ടിയിരുന്നല്ലോ. ഇനിയിപ്പോ വെന്ത കറിയിലേക്ക് അരച്ചു വെച്ച തേങ്ങയും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ഒന്ന് മുള പൊട്ടി വരുമ്പോഴേക്കും നല്ല വെളിച്ചെണ്ണയിൽ കടുകും കൊച്ചുള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ കറി റെഡി.